സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തിയ യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി, ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകളിത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ, നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നു തുംഗ ശൈലാഗ്രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരമിരുമ്പു കൊണ്ടുള്ളതെന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു, വൻപുള്ള രാക്ഷസനേവനിവൻ പരകമ്പരത്തോളമുയരമുണ്ടത്ഭുതം. ഇത്തം രഘൂത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനിത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആവതില്ലാർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കേണമേ. സീതയെ നൽകുക രാഘവനിന്നു ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേ. ഖഡ്ഗവും കൈ കണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭേദനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേ.